നമസ്കാരം. അതിർത്തി കടന്നെത്തിയും ഭീകരരെ വകവരുത്തുവാൻ ഇന്ത്യ മടിക്കില്ല എന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നടത്തിയ പരാമർശം. ആ പരാമർശത്തിന് പ്രതികരണമായിട്ടിപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും സമവായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് US വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാത്യു മില്ലർ അടക്കം പ്രതികരിച്ചു. ഇന്ത്യ പാക് ബന്ധത്തിൽ അമേരിക്ക ഇടപെടില്ല, എന്നാൽ ഇരു രാജ്യങ്ങളും സമവായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നാണ് മില്ലർ പറഞ്ഞത്. ഇസ്ലാമാബാദുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തണം എന്നതുകൊണ്ട് മാത്രം അതിർത്തി കടന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യ പൊറുക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ലക്ഷ്യം വ്യക്തമാണ് എന്നും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ ഒഴിവാക്കാൻ അവർ തയ്യാറാകണമെന്നും രാജ്നാഥ് സിംഗ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അതിർത്തി കടന്നും ഭീകരരെ വകവരുത്തുവാൻ മടിക്കില്ല എന്ന് അദ്ദേഹം അടക്കം ആവർത്തിച്ചത് പ്രധാനമന്ത്രി. അതിനിടെ ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്തോൻ സിംഗ് പൻവൻ വധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ മില്ലർ തയ്യാറായിട്ടില്ല. ഇവിടെ ഖാലിസ്ഥാൻ ഭീകരവാദത്തെയും ഒപ്പം തന്നെ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തെയും ഏതു തരത്തിലും വകവരുത്തുവാൻ ഇന്ത്യ മടിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും നൽകുന്നത്. അപ്പോൾ അതിനകത്ത് പുതിയ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണവുമായി എത്തുന്ന അമേരിക്ക അടക്കം മാറി നിൽക്കേണ്ടി വരും, ഇന്ത്യയെ ഭയപ്പെടേണ്ടി വരും. കാരണം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് ഭീകരാക്രമണം നടത്തുകയും ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുന്നതിന് വേണ്ടിയും രാജ്യസുരക്ഷയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിൽ ബോംബുകൾ പൊട്ടിച്ച് ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലുള്ള ഭീകരവാദികളെയും അമർച്ച ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. ഇന്ത്യ ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനി അമേരിക്കക്കാരൻ തൊടുത്തുവിട്ടതാണെങ്കിലും ഇംഗ്ലണ്ടുകാരൻ തൊടുത്തുവിട്ടതാണെങ്കിലും അവൻ്റെ നാട്ടിൽ ചെന്ന് പുലിയുടെ മടയിൽ ചെന്ന് വെടിവെക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ തത്വം. അതിന് കരുത്തുറ്റ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഉള്ള നാടാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഈ അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും ബ്രിട്ടീഷുകാരനൊന്നും മറന്നു പോകരുത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ കണ്ട ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ഭീകരാക്രമണം നടത്തി ഇന്ത്യയെ തച്ചു തകർക്കാമെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എങ്കിൽ, അത്തരത്തിലുള്ള ചിന്തകളാണ് ഉള്ളത് എങ്കിൽ അതൊക്കെ കഴിഞ്ഞുപോയ കാലങ്ങളാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയല്ല ഈ 10 വർഷത്തെ ഇന്ത്യ എന്ന് മനസ്സിലാക്കേണ്ടത് ലോകരാജ്യങ്ങളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുകയാണ് ഇവിടെ. കാരണം ഇന്ത്യയിലേക്ക് എത്തപ്പെടുന്ന ഭീകരവാദികൾ, അതിപ്പോൾ ഖാലിസ്ഥാൻ ഭീകരവാദിയായിട്ടുള്ള ഗുർബന്തർ സിംഗ് പൻവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിലടക്കം പൻവനെ കൊല്ലാനുണ്ടെങ്കിൽ അത് അതിർത്തി കടന്നായിരുന്നു കൊന്നിരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അത് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിലേക്ക് ഇങ്ങനെ വെടിയൊച്ചകൾ ഉതിർക്കുകയും ആക്രമണം നടത്തുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്ത് ഭീകരാക്രമണ രീതികൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തീവ്രവാദിയെയും ഏത് തീവ്രവാദി നേതാവിനെയും, അത് ജയ്ഷെ ആകട്ടെ അൽ ഖയ്ദയാകട്ടെ ഇനി ഏത് തരത്തിലുള്ള തീവ്രവാദ ബന്ധം ഉൾക്കൊള്ളുന്ന നേതാക്കളെയാണെങ്കിലും അവരുടെ മടയിൽ പോയി വെടിവെച്ച് കൊല്ലുവാൻ കരുത്തുണ്ട് ഇന്ത്യക്ക് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതിൽ ഇന്ത്യക്കാരനെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തെ പുകഴ്ത്താനുമല്ല നമ്മൾ ശ്രമിക്കുന്നത്, അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ അടക്കം തുരത്താനാണ് ശ്രമിക്കുന്നത് എന്നും. പക്ഷേ ഇവിടെ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കാമെന്ന് വിശ്വസിക്കുന്ന ഭീകരരെ അവരുടെ രാജ്യത്തിൽ, അത് അമേരിക്കയാണെങ്കിൽ അമേരിക്ക, ബ്രിട്ടൻ ആണെങ്കിൽ ബ്രിട്ടനിൽ ചെന്ന് കൊല്ലുവാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് എന്ന് കരുതിക്കൊള്ളൂ. കാരണം ഇന്ത്യയെ അങ്ങനെ വെട്ടിമുറിക്കാൻ, അത്തരത്തിൽ വെട്ടിമുറിച്ച് ഇവിടെ ഭീകരവാദം സൃഷ്ടിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ മുൻകാലങ്ങളിൽ നടത്തുമായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2014, 2019 കാലഘട്ടത്തിന് ശേഷം ഇവിടെ അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സുരക്ഷിത മേഖലയായി മാറിയതായി തോന്നുന്നില്ലേ? ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യക്കകത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തിടത്തോളം കാലം ഇന്ത്യക്ക് പുറത്തു നിന്നെത്തുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനവും, ഏത് തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തെയും അടിച്ചമർത്തുക ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് പറയുവാൻ കരുത്തുള്ള ഒരു മന്ത്രിസഭയും അതിനെ നയിക്കാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഏവൻ്റെ നാട്ടിലാണെങ്കിലും അവൻ്റെ നാട്ടിൽ ചെന്ന് ഭീകരരെ കൊല്ലുമെന്നുള്ളതാണ് ആ ഒരു വാർത്ത എന്നുള്ളത്. ചിലപ്പോൾ ഇതിനു മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരാളും പറയാത്ത ഒരു വാദഗതി കൂടിയാണ് അതെന്ന് നിങ്ങൾ ഓർത്തോളൂ. BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ ആ സർക്കാരിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ 2019 ശേഷമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 370 അടക്കമുള്ള കാര്യങ്ങളിൽ എടുത്ത നിലപാടുകൾ, കാശ്മീർ പോലൊരു മേഖലയിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരുവാൻ, ഇന്ത്യക്കകത്ത് സമാധാന അന്തരീക്ഷം കൊണ്ടുവരുവാൻ
നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിന്നെത്തുന്ന പാകിസ്ഥാനികളോ ഇസ്ലാമാബാദുകളോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ജയ്ഷ, ലഷ്കർ എ തോയ്ബ അടക്കമുള്ള ഏത് തരത്തിലുള്ള ഭീകരവാദികളാണെങ്കിലും അത് ഏത് രാജ്യത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും ശരി, ഇനി ഖാലിസ്ഥാൻ വാദം ഉന്നയിച്ചു വരുന്നവരടക്കം, ഇന്ത്യക്കകത്ത് തന്നെ ഖാലിസ്ഥാൻ വാദം ഉന്നയിച്ചു വരുന്ന ഭീകരരെ അടക്കം അടിച്ചമർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇന്ത്യക്കകത്ത് കയറി ഭീകരപ്രവർത്തനം നടത്തിയിട്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് മാളങ്ങളിൽ ഒളിച്ചിരിക്കാമെന്ന് കരുതുന്ന ഭീകരവാദികളുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അത് ഏത് രാജ്യമാണെങ്കിലും. കാരണം തീവ്രവാദികൾക്ക് അഭയം കൊടുത്ത അമേരിക്കയിലും തീവ്രവാദികൾക്ക് അഭയം കൊടുത്ത UK-യിലുമൊക്കെ പല ഇന്ത്യൻ തീവ്രവാദികളും അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുള്ള പല നേതാക്കന്മാരും വെടികൊണ്ട് മരിച്ചു എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിന് പിന്നിൽ ഇന്ത്യ തന്നെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് പറയുന്നത്. അത് നട്ടലുള്ള പ്രധാനമന്ത്രി പറയുന്ന വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ത്യയെ തകർക്കുവാനുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ഓർക്കുക.